ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം 2-ാം ഞായറിൽ ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെ വചനഭാഗങ്ങൾ നാം വ്യാഖ്യാനം ചെയ്യുകയാണ്. ഈ വചനഭാഗം യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിവരണത്തിലെ ആദ്യ സംഭവമാണ്. യോഹന്നാന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തോടു കൂടിയാണല്ലോ. ഒരു കാലഘട്ടം വരെ ചരിത്ര സംഭവങ്ങളുടെ തീയതികൾ കണക്കാക്കപ്പെട്ടിരുന്നത് ആ സമയത്തെ പ്രഗത്ഭരായ ഭരണാധികാരികളോട് ബന്ധിപ്പിച്ചായിരുന്നു. പിൽക്കാലത്താണ് സംഭവങ്ങളുടെ കാലഗണന ക്രിസ്തുവിന് മുൻപും പിൻപുമായി വേർതിരിച്ചു പറയുന്ന രീതി നിലവിൽ വന്നത്. ലൂക്കാ സുവിശേഷകൻ യോഹന്നാന്റെ ശുശ്രൂഷയുടെ കാലത്തെ അവതരിപ്പിക്കുന്നത് റോമിൻ്റെയും പാലസ്തീനായുടെയും പ്രഗത്ഭരായ ഭരണാധികാരികളുടെ വാഴ്ചയുമായി ബന്ധപ്പെടുത്തിയാണ്. പണ്ഡിത അഭിപ്രായത്തിൽ തിബേരിയൂസിൻ്റെ വാഴ്ചയുടെ 15-ാം വർഷം സൂചിപ്പിക്കുന്നത് AD 28-29 വർഷമാണ്. AD 26 മുതൽ 36 വരെയുള്ള കാലഘട്ടത്തിലാണ് പന്തിയൂസ് പിലാത്തോസ് യൂദയ ഗവർണറായി ഭരണം നടത്തിയത്. ഇവിടെയും പിന്നീട് സുവിശേഷത്തിലും പരാമർശിക്കപ്പെടുന്ന ഹെറോദേസ്, മഹാനായ ഹെറോദേസിൻ്റെ മകനായ ഹെറോദേസ് അന്തിപ്പാസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മറ്റൊരു ഭരണാധികാരിയായ പീലിപ്പോസ്. ഇതേ കാലഘട്ടത്തിലായിരുന്നു കയ്യഫാസ് പ്രധാന പുരോഹിതനായിരുന്നത്. AD 18 മുതൽ 36 വരെ കയ്യഫാസ് ആയിരുന്നു മുഖ്യ പുരോഹിതൻ. അക്കാലത്ത് അന്നാസ് പ്രധാന പുരോഹിത സ്ഥാനത്തല്ലായിരുന്നെങ്കിലും അദ്ദേഹം ആയിരുന്നത് AD 5 മുതൽ 15 കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് കയ്യഫാസ് ആയതുകൊണ്ടാവാം മുഖ്യ പുരോഹിതനായ കയ്യഫാസിൻ്റെ പേരിനൊപ്പം അന്നാസും പരാമർശിക്കപ്പെടുന്നത്. യോഹന്നാന്റെ ശുശ്രൂഷയെ റോമിൻ്റെയും പാലസ്തീനായുടെയും ചരിത്രവുമായി ലൂക്ക ബന്ധിപ്പിക്കുമ്പോൾ യേശുവിലൂടെ സംജാതമാകുന്ന പുതിയ രക്ഷാകര ചരിത്രത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ് സുവിശേഷകൻ ഒരുക്കുന്നത്. യോഹന്നാന്റെ ശുശ്രൂഷയുടെ കാലഘട്ടം ചരിത്രത്തോട് ബന്ധിപ്പിച്ചതിന് ശേഷം സുവിശേഷകൻ യോഹന്നാന്റെ വിളിയെയും പഴയ നിയമ പ്രവാചക വിളിയോട് സാമ്യപ്പെടുത്തുന്നു. യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിയെ ലൂക്ക വിശേഷിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ളൊരു വിളിയാണ് പഴയ നിയമ പ്രവാചകന്മാർക്കും ലഭിച്ചിട്ടുള്ളത്. ഉദാഹരണം ജെറമ്യ 1:4. യോഹന്നാൻ സഖറിയായുടെ പുത്രനാണെന്ന് സുവിശേഷകൻ പരാമർശിക്കുന്നത് യോഹന്നാന്റെ ജനന വാർത്തയെയും ജനനത്തെയും വായനക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. യോഹന്നാന് വിളി ലഭിക്കുമ്പോൾ അവൻ മരുഭൂമിയിൽ ആയിരുന്നുവെന്ന സൂചന യോഹന്നാനെ സംബന്ധിക്കുന്ന അവസാനത്തെ മുൻകാല സൂചനയുമായി, അതായത് 1-ാം അധ്യായം 80-ലുള്ള സൂചനയുമായി ബന്ധിപ്പിക്കുന്നു. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം യോഹന്നാന്റെ വിളി മാത്രമല്ല, വിളിയുടെ സ്വഭാവവും പഴയ നിയമ പ്രവാചകന്മാരുടേതിന് തുല്യമാണ്. കാരണം പഴയ നിയമ പ്രവാചകന്മാരെ പോലെ യോഹന്നാനും അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടുകയായിരുന്നു. ഇപ്രകാരം യോഹന്നാന്റെ വിളിയെ സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത് യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ്. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ പ്രവാചകന്മാരിലെ അവസാനത്തെ ആളാണ് യോഹന്നാൻ. യോഹന്നാന്റെ വിളിയെയും വിളിയുടെ സ്വഭാവത്തെയും
പഴയ നിയമ പ്രവാചക വിളിയോടും സ്വഭാവത്തോടും തുല്യപ്പെടുത്തിയ ലൂക്ക തുടർന്ന് യോഹന്നാന്റെ പ്രഭാഷണത്തിൻ്റെ സ്ഥലവും കാതലും വിവരിക്കുകയാണ്. യോഹന്നാന്റെ പ്രഭാഷണത്തിൻ്റെ സാരം പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനമാണ്. ഇപ്രകാരം ഒരു ജ്ഞാനസ്നാന പാരമ്പര്യം മരുഭൂമിയിൽ വസിച്ചിരുന്ന ഒരു വിഭാഗം യഹൂദരുടെ ഇടയിൽ എസീൻസ് നിലനിന്നിരുന്നു. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യോഹന്നാനും തൻ്റെ മരുഭൂവാസകാലം എസീൻ സമൂഹത്തോടൊപ്പമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആകയാൽ എസീൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജ്ഞാനസ്നാന സമ്പ്രദായം യോഹന്നാൻ അനുവർത്തിക്കുകയാണ് ഇവിടെ. എസീൻകാരനെ പോലെ യോഹന്നാൻ ഇസ്രായേലിയരെ മാനസാന്തരത്തിലേക്ക് ആനയിക്കുന്നു. ഇതിൻ്റെ അടയാളമെന്നോണം അവർ ജലം കൊണ്ടുള്ള ഒരു കഴുകൽ സ്നാനം, അതാൽ അവർ രൂപാന്തരപ്പെടുകയാണ്. ഈ കഴുകലിന് ആവശ്യമായ ജലം ലഭിക്കാനാവണം പ്രഭാഷണത്തിനായി ജോർദാന്റെ സമീപ പ്രദേശങ്ങൾ യോഹന്നാൻ തിരഞ്ഞെടുത്തത്. തുടർന്ന് സുവിശേഷകൻ യോഹന്നാന്റെ പ്രഭാഷണത്തിൻ്റെ സന്ദേശം ഏശയ്യാ പ്രവചനം വഴി സ്ഥിരീകരിക്കുകയാണ്. ഏശയ്യാ 40:3-5 വരെ. യോഹന്നാന്റെ പ്രവാചക ശുശ്രൂഷ വഴി യേശുവിൽ ദൈവത്തിൻ്റെ രക്ഷ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകുമെന്ന സന്ദേശമാണ് ഏശയ്യാ പ്രവചനം വഴി ലൂക്ക നൽകുന്നത്. രക്ഷയുടെ സാർവത്രികത വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് മത്തായി, മർക്കോസ് എന്നിവരിൽ നിന്ന് വ്യത്യസ്തമായി സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും എന്ന വാക്യം ലൂക്ക കൂട്ടിച്ചേർക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായ രക്ഷ യഹൂദരും വിജാതീയരും ഉൾപ്പെടെ സർവത്ര ജനങ്ങൾക്കും ലഭ്യമാണെന്ന സുവിശേഷ സാരം ലൂക്ക സുവിശേഷകന്റെ വീക്ഷണം ഉൾക്കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, സർവ്വജനങ്ങളും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കണമെന്ന് ലൂക്ക സുവിശേഷകൻ അടിവരയിടുന്നു. കൂടാതെ ലൂക്ക രാഷ്ട്രീയവും ചരിത്രപരവുമായ വിശദാംശങ്ങളിലേക്കും തൻ്റെ ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്. രക്ഷ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിലേക്കും ദൈവത്തിൻ്റെ രക്ഷ കടന്നു ചെല്ലുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്യുന്ന രക്ഷ അനുഭവിക്കുവാൻ മാനസാന്തരം അനിവാര്യമായി വരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.